ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് പ്രധാന ഇൻഫർമേഷൻ പറയാനാണ് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ലോൺ ആപ്ലിക്കേഷനാണ്, അതായത് RBI അപ്രൂവ് ഉള്ള കിഡ്ലം ലോൺ ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം വന്നിട്ട് 4 കോടിയോളം നമ്മുടെ ചാനലിൽ നിന്ന് തന്നെ ഏകദേശം 4 കോടിയോളം ലോൺ അപ്രൂവൽ ആയിട്ടുണ്ട്. അതിൽ സാലറി ഉള്ളവർ, സാലറി ഇല്ലാത്തവർ, ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത്. സാലറി ഇല്ലാത്തവർ, അങ്ങനെ ഒരുപാട് പേർക്ക് ലോൺ, സാലറി ഉള്ളവർക്ക് ചിലപ്പോൾ ഏകദേശം വന്നിട്ട് 3 ലക്ഷം 4 ലക്ഷം രൂപയോളം ലോൺ കിട്ടിയിട്ടുണ്ട്. സാലറി ഇല്ലാത്തവർക്ക് 1 ലക്ഷം കിട്ടിയവരുണ്ട്, 50,000 കിട്ടിയവരുണ്ട്, 25,000 കിട്ടിയവരുണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ എലിജിബിലിറ്റി ആണ്. അങ്ങനെ ഒരുപാട് പേർക്ക് എന്താ പറയുന്നത് ഈ ഒരു ലോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നമ്മുടെ വേറെ ഒന്നുമല്ല, ആപ്ലിക്കേഷൻ്റെ പേര് ട്രൂ ബാലൻസ് എന്നാണ്. അപ്പോൾ ട്രൂ ബാലൻസ് നിന്നും ഒരു മെയിൽ വന്നു. കാരണം ഞാൻ കൊടുക്കുന്ന ആ ഒരു ലിങ്ക് വഴിയാണ് നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇത്രയും കസ്റ്റമർ ഏകദേശം വന്നിട്ട് 25,000-ൽ കൂടുതൽ പേർക്ക് ഈ ഒരു ചാനലിൽ നിന്ന് ലോൺ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചാനലിൽ നിന്നല്ല, ഈ ഒരു ചാനൽ വഴി ആ ആപ്പിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പോയപ്പോൾ ലോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മറ്റ് പല മീഡിയാസ് വഴി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഓക്കെ, അത് പോട്ടെ. നമ്മുടെ ചാനൽ വഴി ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ പറയുന്നത്, ഈ ഒരു 4 കോടി എമൗണ്ടാണ് ലോൺ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും, കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ആപ്പിൽ ലോൺ റിജക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഫസ്റ്റിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പേര്, മറ്റ് കാര്യങ്ങൾ, അതിൽ ചെറിയ തെറ്റ് വന്നിട്ട് ഏകദേശം വന്നിട്ട് 10,000-16,000 പേർക്കോളം റിജക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അവർ 6 മാസം കഴിഞ്ഞാലേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ ഞാൻ ഇതിൽ കൂട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ സാലറി ഇല്ലാത്തവർ ചെയ്താൽ പോലും ഇതിൽ സാലറി എന്ന് തന്നെ, അത് എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന കാര്യമാണ്, സാലറി എന്ന് തന്നെ കൊടുക്കുക. ബാങ്കിലാണ് ക്രെഡിറ്റ് ആകുന്നതെന്ന് കൊടുക്കുക. നിങ്ങൾ സെൽഫ് എംപ്ലോയിഡോ അല്ലെങ്കിൽ വേറെ ഫ്രീലാൻസറോ ഒന്ന് കൊടുത്താൽ കിട്ടില്ല. പിന്നെ സാലറി ക്രെഡിറ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ത്രൂ ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ ചെക്കോ ക്യാഷോ കൊടുത്താൽ കിട്ടില്ല. ഇതുകൊണ്ടാണ്, ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഒരുപാട് പേർക്ക് ലോൺ റിജക്റ്റ് ആകുന്നത്. അതായത് സാലറി ക്രെഡിറ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് അവർ ചോദിക്കുമ്പോൾ നിങ്ങൾ ബാങ്ക് വഴി തന്നെ ഓൺലൈൻ ട്രാൻസ്ഫർ തന്നെ കൊടുക്കുക. അതേപോലെ തന്നെ വന്നിട്ട് പിന്നെ നിങ്ങൾ ഫ്രീലാൻസറായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്, ചിലപ്പോൾ നിങ്ങൾ കമ്മീഷൻ ഏജൻ്റ് ആയിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേര് കൊടുക്കുക, ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേര് കൊടുത്ത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ ബാങ്കിലും അല്ലെങ്കിൽ NBFCയിലും ഇത് എന്താ പറയുന്ന നമ്മുടെ ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ചിലപ്പോൾ സാലറി സ്ലിപ്പും അല്ലെങ്കിൽ മറ്റ് ഡീറ്റെയിൽസും ചോദിക്കും. ഇങ്ങനെ ട്രൂ ബാലൻസ് പോലുള്ള വിരളമായ കുറച്ച് ആപ്പിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. സിബിൽ ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ സിബിൽ എന്താ പറയുന്ന നെഗറ്റീവ് ആയവർക്കും ലോൺ കൊടുക്കുന്ന ഒരു RBI അപ്രൂവ്ഡ് NBFC ആണ് ക്രെഡിറ്റ് ഫോർ ഷുവർ എന്നുള്ളത്. അപ്പോൾ ഇവരെടുക്കുന്ന സമയത്ത് ഇവർക്ക് ഹ്യൂജ് ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എത്രമാത്രം പലിശ ഓരോ മാസവും കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് കൊടുക്കാത്ത ഈ ലോൺ EMI അടയ്ക്കാത്തത് മൂലം EMIയുടെ ആ ഒരു ട്രബിളിൽ വരുന്നുണ്ട്. EMI അല്ലെങ്കിൽ നമ്മുടെ സിബിലിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന എമൗണ്ട് മാത്രം എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ക്രെഡിറ്റ് ഫോർ ഷുവറിൽ നിന്നും ഏകദേശം 10,000 രൂപ എടുത്തിട്ടുണ്ട്. അണ്ടർ വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. ഇപ്പോൾ ഇത് അപ്രൂവൽ ആയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെയിൽ വന്നു. ഞാൻ ആ മെയിലിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചു തരാം. ഇതാണ് എനിക്ക് മെയിൽ വന്ന എമൗണ്ട്. 10,000 രൂപ സാങ്ഷൻ ആയിട്ടുണ്ട്. ഡിസ്പേഴ്സൽ ചെയ്യുന്ന എമൗണ്ട് 8,167. 2,000 രൂപ അതിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 229.66%. ടെന്യൂരിറ്റി 32 ദിവസമാണ്. അതായത് 11 ദിവസം ഞാൻ 5,000 സംതിങ് വെച്ച് അടയ്ക്കണം. പ്രോസസ്സിംഗ് ഫീസ് 1,170. ഓവർ ഡ്യൂ ചാർജ് പെർ ഡേ എന്ന് പറഞ്ഞാൽ RS 400 രൂപയാണ് ഓവർ ഡ്യൂ ചാർജ് വരുന്നത്. 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അടയ്ക്കാനുള്ളത്. ഞാൻ അടയ്ക്കാനുള്ള എമൗണ്ട് ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് റീപേയ്മെൻറ്റ് 5,306 രൂപയാണ്. അപ്പോൾ 5,306 വെച്ച് 2 മാസം വരുമ്പോൾ ഏകദേശം 10,600 രൂപ. പിന്നെ ഇവിടുത്തെ ഒരു 8 രൂപ 10. അപ്പോൾ ഏകദേശം നമ്മൾ 3,000-4,000 രൂപയോളം നമ്മൾ അധികം അടയ്ക്കണം. ഹോസ്പിറ്റൽ എമർജൻസി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യം കൂടിയേ തീരുള്ളൂ. അപ്പോൾ അല്ലാത്തവർ വെറുതെ ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ ഇങ്ങനെയുള്ള ആപ്പിൽ നിന്നും എടുക്കാതിരിക്കുക. നമുക്ക് സിബിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തരുന്ന കുറച്ച് ആപ്ലിക്കേഷൻ NBFCs ഉണ്ട്. ഈ ക്രെഡിറ്റ് ഫോർ ഷുവർ ഉണ്ട്, അതുപോലെ തന്നെ റുപ്പി റെഡി ഉണ്ട്, അങ്ങനെ പിന്നെ ക്രെഡിറ്റോ 24, ഇതെല്ലാം, പിന്നെ റാം ഫിൻകോപ്പ്, ഇതെല്ലാം നമുക്ക് ഒരുവിധം സിബിൽ ഉണ്ടെങ്കിലും അവർ 2
2-3 ബൗൺസ് ഉണ്ടെങ്കിൽ നമുക്ക് തരും. പക്ഷേ ഇവരുടെ EMI എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇവരുടെ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഹ്യൂജ് ഇൻട്രസ്റ്റാണ്. നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്പിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും. കാരണം നമുക്ക് ആ ഒരു സ്പോട്ടിൽ പൈസ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ തിരിച്ചടവ് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു 4 ആപ്ലിക്കേഷനാണ് നമ്മളെ സിബിലിലേക്ക് തള്ളിവിടുന്നത്. അടയ്ക്കാൻ പൈസ കാണില്ല, പിന്നെ ഓരോ ദിവസവും ഓവർ ഡ്യൂ വരും. പിന്നെ ഇത് എന്താ പറയുക, തല പോകുന്ന കേസൊന്നുമല്ല. ഓക്കെ, നമ്മളിപ്പോൾ EMI അടച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജയിലിൽ നിന്ന് ഇടാൻ പറ്റില്ല. നമുക്ക് ബുക്കുമെങ്കിൽ മാത്രമേ അടയ്ക്കാൻ കഴിയുള്ളൂ, പൈസ ഉണ്ടെങ്കിൽ മാത്രമേ അടയ്ക്കാൻ കഴിയുള്ളൂ. അല്ലാതെ വലിയ പേടിക്കേണ്ട കേസൊന്നുമില്ല. മാക്സിമം കഴിയുന്നവർ അടച്ചു പോവുക. സിബിലൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി അടയ്ക്കുന്ന സമയങ്ങളിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആരും പേടിക്കേണ്ട. കഴിയുമെങ്കിൽ ഇങ്ങനെയുള്ള ആപ്പിൽ നിന്ന് എടുക്കാതിരിക്കുക. ഞാൻ മെയിനായിട്ട് ചെയ്തത് ട്രൂ ബാലൻസിൻ്റെ ഈ ഒരു കാര്യം പറയാനാണ്. ട്രൂ ബാലൻസ് വലിയ കുഴപ്പമില്ല എന്ന് വെച്ചാൽ മറ്റുള്ള ആപ്ലിക്കേഷനെ കമ്പയർ നോക്കുന്ന സമയത്ത് ട്രൂ ബാലൻസും ബ്രാഞ്ചൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഏകദേശം 25,000 പേർക്ക്, 25,000-ൽ കൂടുതൽ പേർക്ക് ലോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് മെസ്സേജ് മാത്രമേ ദയവ് ചെയ്ത് ചെയ്യാവുള്ളൂ. പിന്നെ എല്ലാ വീഡിയോസിലും ഞാനൊരു വാർണിംഗ് പോലെ പറയുന്നത്, അങ്ങോട്ട് ക്യാഷ് കൊടുത്ത് ചെയ്യുന്ന ഒരു ആപ്പിലും ചെന്ന് വീഴരുത്. നിങ്ങളുടെ പൈസ പോകും, അത് ഉറപ്പായ കേസാണ്. പല ആൾക്കാർ കാരണം ഇപ്പോൾ ഒരുപാട് കൺവിൻസിങ് സ്കില്ലുള്ള ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട്. സാർ 5,000 രൂപ അടച്ചാൽ ഓൺ ദി സ്പോട്ടിൽ 5 ലക്ഷം രൂപ താങ്കളുടെ അക്കൗണ്ടിൽ എത്തുമെന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് ഇട്ട് തരും. നമ്മളിത് കണ്ട് എത്ര കഠിന ഹൃദയമുള്ളവരായാലും ഇത് കണ്ട് ചിലപ്പോൾ ഉള്ളതായിരിക്കും എന്ന് പറഞ്ഞിട്ട് പൈസ ഇട്ട് കൊടുക്കും. ആ പൈസ പോയി. അപ്പോൾ ഒരു കാരണവശാലും ഒരു ബാങ്ക് പോലും, ഒരു നല്ലൊരു ജെനുവിൻ ബാങ്ക് പോലും അങ്ങോട്ട് ക്യാഷ് മേടിച്ച് ലോൺ ചെയ്യുന്നില്ല. അങ്ങോട്ട് എത്ര ക്യാഷ് കൊടുത്ത് ചെയ്താലും അത് ഉടായിപ്പാണ്, നിങ്ങളുടെ പൈസ പോയി, എന്ത് തന്നെ ആയാലും. ഓക്കെ, ഇനി കൂടെ ചാകുന്ന ഏത് തമ്പുരാൻ വന്നാൽ പോലും നിങ്ങൾ അങ്ങോട്ട് ക്യാഷ് കൊടുത്ത് 1 രൂപ പോലും കൊടുത്ത് ലോൺ ചെയ്യരുത്. ഓക്കെ, ഇതൊരു റിക്വസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.